ത്രിയേക ദൈവത്തിന്റെ അതുല്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവജനമേ, പരിശുദ്ധ വലിയ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളെ കുറിച്ച് അല്പനേരം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17:21 ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്നതുകൊണ്ട് വിശുദ്ധ നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്താണ് നോമ്പ്? എന്തിനാണ് നാം നോമ്പ് നോക്കേണ്ടത്? എങ്ങനെയാണ് നോക്കേണ്ടത്? ജഡമോഹങ്ങളെ വിട്ടകന്ന് മാറി ദൈവത്തിലേക്ക് പോകുവാനും സാത്താനെ വെടിയുവാനുമുള്ള ഒരു ആയുധമാണ് നോമ്പ്. ദൈവം ആദമിന് കൊടുത്ത കൽപ്പനയാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ആദിമ കാലഘട്ടം മുതൽ തന്നെ വിശുദ്ധ നോമ്പ് സഭകൾ ആചരിച്ചു വരുന്നു. എന്തൊക്കെയാണ് നോമ്പിന്റെ രണ്ട് ഘടകങ്ങൾ? 1 പ്രാർത്ഥന, 2 ഉപവാസം. നമ്മളിൽ പലരും നോമ്പ് നോക്കുന്നവരാണല്ലേ? എന്നാൽ നാം നോക്കുന്ന നോമ്പ് നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയാണോ നോക്കാറുള്ളത്? പലരുടെ നിർബന്ധപ്രകാരം മാത്രമായിരിക്കും നോമ്പ് നോക്കുന്നത്. എന്നാൽ യഥാർത്ഥ നോമ്പും ഉപവാസവും എന്നത് നമ്മുടെ അനുതാപത്തിലോട്ടും നമ്മുടെ മാനസിക ശാരീരിക ശുദ്ധീകരണത്തിലോട്ടും നയിക്കുമെന്നത് നാം മറക്കാതിരിക്കുക. ദൈവത്തിന്റെയും നമ്മുടെയും ഇടയിലുള്ള ഒരു സംസർഗം തന്നെയാണ് പ്രാർത്ഥന എന്നത്. അതുകൊണ്ടാണ് നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ ക്ഷണമാണ്. നാം ദൈവത്തിന് എപ്പോഴും പ്രീതിയുള്ളവരായി മാറണം. നമ്മുടെ ആത്മലക്ഷ്യത്തോടു കൂടി ഭൗതിക മോഹങ്ങളെയും ഭൗതിക ആഗ്രഹങ്ങളെയും വിട്ടകന്ന് മാറുന്നതിനെയാണ് ഉപവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണോ, ഇപ്പൊ ചിലർക്ക് സോഷ്യൽ മീഡിയ ആകാം, എന്നാൽ മറ്റു ചിലർക്ക് അത് ഭക്ഷണമാകാം. അതിൽ നിന്നും എല്ലാം വിട്ടകന്ന് മാറി ദൈവത്തിലേക്ക് ചെല്ലുവാനും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിക്കുവാനും ദൈവവചനങ്ങൾ പഠിക്കുവാനും ഒക്കെ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നോമ്പ് ആചരിച്ചു പോകുന്ന പല വ്യക്തിത്വങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഏലിയ പ്രവാചകൻ ഹോരേബ് പർവ്വതത്തിൽ 40 ദിവസം നോമ്പ് നോറ്റു. ദാവീദ് കൊട്ടാരത്തിൽ നോറ്റു. നമ്മുടെ കർത്താവും മോശയും ഏലിയാവും 40 ദിവസം നോറ്റു. അതുപോലെ തന്നെ വിശുദ്ധ സഭ നോമ്പിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാത്തിനും തന്നെ വളരെയധികം പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. നോമ്പിനും പ്രാർത്ഥനയ്ക്കും ഒരു പ്രത്യേക ശക്തി തന്നെയാണുള്ളത്. നോമ്പെടുത്ത് ഉപവാസം അനുഷ്ഠിക്കുന്ന ഓരോ ഭവനങ്ങളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയവുമില്ല. കാരണം നമ്മൾ നോമ്പെടുക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹവും ശക്തിയും എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ്. സഭ അനുഷ്ഠിക്കുന്ന നമ്മുടെ കാനൂനിക നോമ്പുകൾ നോക്കുവാൻ നമ്മെ കൊണ്ട് സാധ്യമാകണം. അതനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനും നമ്മെ കൊണ്ട് സാധ്യമാകണം. നമ്മുടെ ജീവിതം തന്നെ നാം മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി തീർക്കണം. നാടിനും വീടിനും സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന നല്ല പൈനങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.